സംസ്ഥാന സമ്മേളനം അങ്ങനെ തകൃതിയായി കൊല്ലത്ത് നടക്കുകയാണ്. ഒരുപാട് വാർത്തകൾ അവിടെ നിന്ന് വരുന്നു. നമ്മുടെ മുഖ്യമന്ത്രിക്ക് 100-ൽ 100 മാർക്കാണ് പാർട്ടി കൊടുത്തിരിക്കുന്നത്. ബാക്കി മന്ത്രിമാർക്ക് അങ്ങനെ മാർക്കൊന്നുമില്ല, എല്ലാവരും അത്ര സുഖമില്ല എന്നാണ് പറയുന്നത്. അതെ, അത് ശരിയാ. അത് ഇപ്പോൾ പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, അക്രമം, മയക്കുമരുന്ന്, അതിൻ്റെ എഫക്റ്റ്, പിന്നെ വിജയിച്ചിരിക്കുന്ന ഒരു ആഭ്യന്തര വകുപ്പ്, ഇതൊക്കെ വെച്ച് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്ന ആഭ്യന്തര വകുപ്പിന് നമ്മൾ 100-ൽ 150 തന്നെ കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ്. അതെ, ആഭ്യന്തര വകുപ്പ് 9 വർഷമായിട്ട് അദ്ദേഹം തന്നെയാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. 9 വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ വളരെ വലുതാണ്. അതെ അതെ അതെ. അപ്പോ ഇതാണ് പാർട്ടി. അപ്പൊ മുഖ്യമന്ത്രി ഓക്കെ ആണ്, പക്ഷെ ഗോവിന്ദൻ പോരാ എന്നുള്ള ഒരു ടൈറ്റിലാണ് പലരും പറയുന്നത്. അല്ല, ഇപ്പോ നമ്മുടെ പാർട്ടി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ പിന്നെ അതിനപ്പുറത്തേക്ക് ഒരാൾക്ക് മുഖ്യമന്ത്രി പോരാന്ന് പറഞ്ഞാൽ പിന്നെ പാർട്ടിയിൽ ഉണ്ടാവില്ല. ഈ അപ്പം എങ്ങനെ എത്തിക്കാമെന്നതിനെ കുറിച്ചും അതുപോലെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരാള് എന്നതിലുപരി ഒരു പാർട്ടി സെക്രട്ടറിയുടെ ഒരു പവറിലേക്ക് വരുന്നില്ല എന്നുള്ള വിമർശനം പാർട്ടിക്ക് അതീതമായി വരുന്നുണ്ട്. അല്ല, അത് ശരിയാണ്. ഇതുവരെയുള്ള പിണറായി വിജയൻ എന്ന പാർട്ടി സെക്രട്ടറിയെ നമ്മളൊക്കെ ശരിക്കും കണ്ടതാണ്. പുള്ളി ഇരുന്ന 3 ടേമിലും ഒരു പാർട്ടി സെക്രട്ടറി എങ്ങനെയായിരിക്കണം എന്ന് കറക്റ്റായിട്ട് കാണിച്ചു തന്നു. അപ്പൊ അത് കമ്പയർ ചെയ്യുമ്പോൾ, ഇതിനു മുമ്പുള്ള കോടിയേരി ബാലകൃഷ്ണനെ കമ്പയർ ചെയ്യുമ്പോൾ പി ഗോവിന്ദൻ പോരാ എന്നുള്ളത് ശരിയാണ്. അത് ശരിയാണ്. ഈ മന്ത്രിമാര് ഇപ്പോ നമ്മള് മുൻപ് ഏതൊരു ചെറിയ കുട്ടിയോട് ചോദിച്ചാലും ഇന്ന വകുപ്പ് ആരാ കൈകാര്യം ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്ന ആളാണ് എന്നറിയാം. പക്ഷെ ഇപ്പൊ പലർക്കും അറിയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ് ബേസിലായിട്ടുള്ള ഒരു പത്ര പരസ്യം വന്നാൽ പോലും അവിടെയും പിണറായി മാത്രമേ ഉള്ളൂ. ഈ പറയുന്ന മന്ത്രിമാരല്ലേ. പിന്നെ കൂടുതൽ പരസ്യം കൊടുക്കുന്ന 2 വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒന്ന് PWD പാലം പണിതതും, ഒന്നും പിന്നെ നമ്മുടെ ടൂറിസം. ഈ മന്ത്രിയുടെ പിന്നെ പറയാം ഇപ്പൊ ഉണ്ടാക്കുന്ന നാഷണൽ ഹൈവേ, ഇതെല്ലാം ഒരു മന്ത്രി സ്വന്തം പേരിൽ ഫ്ലെക്സ് അടിച്ച് ചെയ്യുന്നുണ്ട്. അതും പിണറായിയും കൂടെ ചേർന്നിട്ടാണ് ഇപ്പൊ ഈ കേരളത്തിലെ നാഷണൽ ഹൈവേ ഉണ്ടാക്കുന്നതെന്നാണ് പറയുന്നത്. അതെ, ഇങ്ങനെ ഒരു മുഖ്യമന്ത്രി പോരാ എന്ന് പറയുമ്പോൾ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഫ്ലെക്സ് വെച്ച് അധികാരത്തിലേറിയ ഒരു പാർട്ടിയുടെ ഒരു സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അവിടെ ചർച്ച ചെയ്യുന്ന മറ്റു വിഷയങ്ങൾ ഇതേ മുഖ്യമന്ത്രിക്ക് കൈ ചൂണ്ടുന്ന വിധത്തിലുള്ള കാര്യങ്ങളാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അത് നോക്കുമ്പോൾ ഈ മുഖ്യമന്ത്രി 100-ൽ 150 മാർക്ക് എന്ന് പറയുന്നതിൽ എത്രത്തോളം സത്യമുണ്ട് എന്നുള്ളതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അല്ലെങ്കിൽ അവിടുത്തെ പിന്നെ അതിന്റെ സമ്മേളനത്തിലെ പ്രതിനിധികള് എത്രത്തോളം ശബ്ദമുള്ളവരാണെന്നോ അല്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കുന്നവരാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഈ മുഖ്യമന്ത്രി ഒഴികെയുള്ള ബാക്കി മന്ത്രിമാർ പോരാ എന്നുള്ളതാണ് ഒരു കാര്യം പറയുന്നത്. ഇതുപോലെ തന്നെ പറയുന്നത് മറ്റു ചേരികളിലേക്ക്, മറ്റ് പാർട്ടികളിലേക്ക് ആളുകൾ പോവാനായിട്ട് ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ വെമ്പൽ കൊണ്ട് നിൽക്കുന്നതൊക്കെ ഈ പറയുന്ന സർക്കാരിന്റെയും ഈ സർക്കാരിന്റെ കപ്പിത്താൻ എന്ന് പറയുന്ന ക്യാപ്റ്റന്റെ കുഴപ്പം കൊണ്ടാണ് എന്ന് പാർട്ടി പറയില്ല. അതുപോലെ തന്നെ പദവികളും സ്ഥാനങ്ങളും കണ്ണൂരുകാർക്ക് മാത്രമാണ് എന്നുള്ളൊരു സംഭവം കൂടി വരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ വീടടക്കം അല്ലെങ്കിൽ മുഖ്യമന്ത്രി വന്നതിന് ശേഷം ആണ് ഈ കണ്ണൂർ പാർട്ടി രാഷ്ട്രീയം ഭയങ്കരമായിട്ട് പാർട്ടിയിൽ വന്നതെന്നുള്ള ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അവിടെയും മുഖ്യമന്ത്രിക്ക് കുഴപ്പമുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴും മുഖ്യമന്ത്രി നല്ലതാണ്. ഇപ്പൊ ഞാൻ ധൻരാജ് നല്ലതാണ്, പക്ഷെ ധൻരാജിന്റെ ഷർട്ട് ശരിയല്ല, അല്ലെങ്കിൽ ധൻരാജ് നല്ലതാണ്, ധൻരാജിന്റെ ഹെയർ സ്റ്റൈൽ ശരിയല്ല. അല്ല, ഈ ശ്രീനിവാസൻ പറയുന്ന മാതിരി എന്റെ അച്ഛന് ഒന്നും വരുത്തല്ലേ, അതെ, വരുത്തല്ലേ ഭഗവാനെ എന്ന് പറയുന്ന അതേ രീതിയിലുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ കാര്യങ്ങൾ പോകുന്നത്. അതെ, പറയാനുള്ളത് പറയുന്നു, ചിലരൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ഏറ്റവും നല്ല ഈ പറയുന്ന കണ്ണൂർ വെച്ചാണ് ഈ പരിപാടി നടക്കുന്നത്. ഈ നയരേഖയെ കുറിച്ചുള്ള ഈ നയരേഖ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുമായിട്ടുള്ള ചർച്ചകൾ വരുമ്പോഴും പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച അവിടുത്തെ MLA കാണാനില്ല, അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. നോക്കൂ, അദ്ദേഹം MLA മാത്രമല്ല, കഴിഞ്ഞ പ്രാവശ്യം ഈ കൊല്ലം പിടിക്കുവാനായിട്ട് ലോക്സഭയിലേക്ക് മത്സരിപ്പിച്ചതും ഈ പറയുന്ന മുകേഷിനെയാണ്. മുകേഷ് അവിടെ ഇല്ല. അത് വലിയൊരു വിവാദമാണ്. മുകേഷ് എവിടെ ചോദ്യം. മുകേഷാണ് കൊല്ലത്ത് ഇപ്പം 3 തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ കണ്ടത്. അദ്ദേഹം പ്രതിനിധി അല്ലെങ്കിൽ പോലും ആ സ്ഥലത്ത് ഒരു MLA എന്നുള്ള നിലയ്ക്കെങ്കിലും, എത്ര വലിയ സിനിമ ഷൂട്ടാണെങ്കിലും ഒരു ദിവസം വന്നു പോകാന്നുള്ളത് പുള്ളിക്കും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇനി വരാൻ പോകുന്നത് പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനിലേക്കും പോവാണ്. അതിനുവേണ്ടി പാർട്ടിക്ക് ഒരുങ്ങേണ്ടതുണ്ട് ഈ സമ്മേളനത്തിൽ എന്നുള്ള രീതിയിലാണ് ഈ സമ്മേളനം പോകുന്നത്. അപ്പോ ഇവര് ഈ പോരാളി ഷാജിയെ പോലുള്ള സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരെ ഒഴിവാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ
ഇതിനു വേണ്ടി നിയമിക്കാനായിട്ട് ഒരുങ്ങുന്നു എന്നുള്ള ഒരു വാർത്ത ഇങ്ങനെയുണ്ട്. ഈ വാർത്ത നോക്കിക്കഴിയുമ്പോൾ ഈ വിദേശത്തുള്ള ആളുകളിൽ നിന്ന് പണമൊക്കെ വാങ്ങിച്ചിട്ടാണ് ഓൺലൈൻ ചാനലുകൾ പോലുള്ള സാധനങ്ങൾ തുടങ്ങി. ഇനിയിപ്പോൾ ഈ പോരാളി ഷാജിയുടെ മുമ്പിൽ ആ മീശ വെച്ചിട്ടുള്ള ചുമന്ന കൊടി പിടിച്ചിട്ടുള്ള ആൾക്കാരൊന്നും ആയിരിക്കില്ല. വളരെ കോട്ടൊക്കെ ഇട്ട പലരും, എൻ്റെയൊക്കെ കൂടെ മാധ്യമപ്രവർത്തനം ചെയ്യുന്ന പല സാറുമാരും, റിപ്പോർട്ടർ ചാനലിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ സീനിയറായിട്ട് എൻ്റെ ചീഫായിട്ടിരുന്ന പലരും ഇപ്പോൾ പാർട്ടിയിലുണ്ട്. അവരൊക്കെ ഇനി കോട്ടിട്ട് പുതിയ ഷാജിമാരാവുമോ എന്നുള്ളൊരു ചോദ്യം കൂടി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല ഇതെല്ലാം പറയുമ്പോൾ ലഹരി നുരഞ്ഞു പൊങ്ങിയാണ്. ഇപ്പൊ ദണ്ഡാജാദൻ തന്നെ പറഞ്ഞു, കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നിന്ന് പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറിയാണ് ഈ സാധനം കൊണ്ട് പിടിച്ചത്. ആലപ്പുഴ കഴിഞ്ഞാൽ കൊല്ലമാണ്. കൊല്ലത്ത് സമ്മേളനം നടക്കുമ്പോൾ ആലപ്പുഴയിൽ നിന്നാണ് ബ്രാഞ്ച് സെക്രട്ടറിയുടെ ഈ പറയുന്ന സാധനം പിടിക്കുന്നത്. അപ്പോൾ വലിയ ആരോപണമാണ്. ഈ ഡിവൈഎഫ്ഐയും SFIയും ഒക്കെയാണ് ഇത് ഭയങ്കരമായിട്ട് പ്രചരിപ്പിക്കുന്നത്. ഇത്തരം സാധനങ്ങളെന്ന് പലരും പറഞ്ഞ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനൊരു മറുപടി പറയുന്ന പാർട്ടിയുടെ ഇടയിലുള്ള സംഭവമാണ് ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ പാർട്ടിയിലുള്ള ആളുകൾ വിൽക്കുന്നു എന്നുള്ളത്. അതിനോടൊപ്പം ഗോവിന്ദൻ പറയുന്നുണ്ട്, MV ഗോവിന്ദൻ പറയുന്നുണ്ട്, കള്ളു കുടിക്കാൻ പാടില്ല നേതാക്കന്മാരെന്ന്. മദ്യപിക്കുന്നവർ പാർട്ടിയിലില്ല. ഇനിയിപ്പോ പാർട്ടി നമ്മൾ സാധാരണ ഇപ്പോ പാർട്ടി യോഗത്തിനൊക്കെ വരുമ്പോൾ മറ്റേ പോലീസുകാരുടെ ഊതറ സാധനം വെച്ചിട്ടായിരിക്കും അകത്തേക്ക് വിടുക എന്ന് എനിക്ക് തോന്നുന്നു, തമാശയായിട്ട് പറഞ്ഞാണ്. പക്ഷെ എന്നാലും അത്തരത്തിലൊക്കെ എത്രത്തോളം പ്രാവർത്തികമാകും എന്നുള്ളത് കാര്യം. ഇത് പറയുമ്പോൾ ഒരു തമാശ കൂടി പറയണം. നമ്മുടെ ജയരാജൻ ഇതിനിടയ്ക്ക് പറഞ്ഞു, നല്ല തെങ്ങും കള്ള് ചെത്തി കുടിച്ചു കഴിഞ്ഞാൽ അത് ആരോഗ്യത്തിന്, കള്ളും മദ്യവും തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നുള്ള ഇതൊക്കെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു, അല്ലെങ്കിൽ അദ്ദേഹം കണ്ട ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിരിക്കാം അത്. പക്ഷെ പാർട്ടി പറയുന്നതും അതിനെക്കുറിച്ചുള്ള വിശകലനവും അത് ട്രോളായിട്ട് ആളുകൾ ഉപയോഗിക്കുന്നതും, ഇങ്ങനെയുള്ള ഒരു പാർട്ടി സെക്രട്ടറിയും 100-ൽ 100 മാർക്ക് വാങ്ങിച്ചിട്ടും അത്തരത്തിൽ ഉയരുന്നു എന്നുള്ള ചോദ്യം ഈ പാർട്ടി മീറ്റിങ്ങിന് അപ്പുറം നിന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയുന്ന പാർട്ടി നേതാക്കളുമാണ് ഇന്ന് കേരളത്തിലുള്ളത്. അതെ. പിന്നെ എന്തായാലും ഈ സമ്മേളനത്തിൽ ഞാൻ കാണുന്ന പ്രധാന കാരണം അവരുടെ ഉള്ളിലൊരു ആത്മവിശ്വാസമുണ്ട്. പിണറായി വിജയനെ മുന്നിൽ നിർത്തി 3ാം ടേമിലോട്ടും എത്താം എന്നുള്ളൊരു പ്രതീക്ഷ ശരിക്കും. പക്ഷെ ശൈലജ ടീച്ചർ പറയുന്നൊരു കാര്യമുണ്ട്. സമ്മേളനത്തിൽ എത്തിയ ശൈലജ ടീച്ചർ പറഞ്ഞത് ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാവും എന്നുള്ളതാണ്. ഇനിയിപ്പോൾ അതിപ്പോൾ ആരെ ഉദ്ദേശിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇനിയിപ്പോൾ ശൈലജ ടീച്ചർ ഈ ടൈമും കൂടെ ആകുമ്പോൾ 2 തവണ അടുപ്പിച്ചായി. ഇനിയിപ്പോൾ ഈ തവണ ഉണ്ടാവാൻ സാധ്യതയില്ല. മിക്കവാറും പിണറായി വിജയന് മാത്രമായിരിക്കും ഒരു ഒഴിവുണ്ടാവുക. എന്നാലും പിണറായിക്ക് കൊടുത്ത ഇളവ് വേണമെങ്കിൽ, സാധ്യതയില്ലെങ്കിലും ശൈലജ ടീച്ചറിന് കൊടുക്കാം. ഇനി പെട്ടെന്നൊരു മാറ്റം ഈ പറയുന്ന നയരേഖയിലും അതുപോലെ ഇതുവരെയുള്ള കാര്യങ്ങളും ഇതിൻ്റെ റിവ്യൂ എല്ലാം ചർച്ച ചെയ്യുമ്പോൾ, പാർട്ടി ചർച്ച ചെയ്യുമ്പോൾ അതിൽ നിന്നും ഉരുത്തിരിഞ്ഞു വരാം. ശൈലജ ടീച്ചറിന് ഒരു വലിയ വില കേരളം കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ കോവിഡിന്റെ സമയത്ത്. ആ വിലയെല്ലാം കളയുന്ന ഒരു ആരോഗ്യവകുപ്പാണ് ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ഒരു വജ്രായുധം എടുത്തുകൊണ്ട് അടുത്ത ഇലക്ഷന് നേരിടാൻ വേണമെങ്കിൽ, അങ്ങനെ ഈ പാർട്ടി അല്ലെങ്കിൽ ഇതെന്താണ് ഈ ഭരിക്കുന്നത്, പാർട്ടി അണികൾക്കിടയിൽ പോലും നമ്മൾ ഈ പറയുന്ന തമാശക്ക് പറയുന്ന അന്തം കമ്മികൾ പോലും ഇതെന്താ ചെയ്യണേന്നുള്ള ചോദ്യം ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ അത്തരത്തിലുള്ളൊരു സാധ്യതയുണ്ട്. ഒരു വനിതാ മുഖ്യമന്ത്രി കേരളത്തിന് ആദ്യമായി വിപ്ലവ പാർട്ടി, ഇന്ന് വനിതാ ദിനം കൂടിയാണ്, വിപ്ലവ പാർട്ടി വരുന്നു എന്നുള്ള രീതിയിലേക്ക് ഒരു ട്വിസ്റ്റിംഗ് വേണമെങ്കിൽ ചെയ്യാം. ഇനി പാർട്ടി ഇന്നും അന്നും എന്നും പിണറായി വിജയന്റെ കയ്യിലാണ് എന്നാണ് പറയപ്പെടുന്നത്. അത്തരത്തിൽ പാർട്ടിയെ നിയന്ത്രിച്ചുകൊണ്ട് എവിടെ ഇരുന്നാലും പിണറായി വിജയന്റെ നിയന്ത്രണത്തിൽ ആ പാർട്ടി മുന്നോട്ട് പോയിക്കൊണ്ട് ഒരു വനിതാ മുഖ്യമന്ത്രിയിലേക്ക് CPM എത്തിക്കഴിഞ്ഞാലും അതിശയപ്പെടാനില്ല. കാരണം വിജയത്തിന് വേണ്ടി അത്തരത്തിലുള്ളൊരു ഫോർമുല വേണമെങ്കിൽ വയ്ക്കാം അല്ലേ? സാധ്യതയുണ്ട്. പിന്നെ ഈ വനിതാ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പിന്നെ ആരാവുന്നുള്ളത് ആലോചിച്ചാൽ മതി. ചിലപ്പോൾ നമ്മുടെ വേറെ മന്ത്രിമാരുടെ ഏതെങ്കിലും മന്ത്രിമാരുടെ ഭാര്യമാരാകാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊക്കെയാണല്ലോ ഇപ്പം മക്കൾ രാഷ്ട്രീയത്തിന്റെ സമയമായതുകൊണ്ട് ആര് വേണമെങ്കിലും വനിതാ മുഖ്യമന്ത്രി. അതെ, മക്കൾ രാഷ്ട്രീയവും ഭാര്യ രാഷ്ട്രീയം രണ്ടും കൂടെ ചേർന്ന് വരുന്നൊരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു. അതേ ഉദ്ദേശിച്ചു. അത് ആര് വേണമെങ്കിലും വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ നമ്മൾ കാണുന്ന ഡൽഹിയിൽ ഇപ്പോൾ 3ാമത്തെ തവണയാണ് ഒരു 4ാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ഭരിക്കുന്നത് ഇത്രയും ചെറിയ കാലയളവിൽ. എന്നിട്ടും കേരളത്തിൽ ഇത്ര 57 മുതൽ ഇതുവരെ ഒരു വനിതാ മുഖ്യമന്ത്രി പോലും ഇല്ല എന്ന് പറയുന്നത് കേരളത്തിലെ പ്രബുദ്ധരായ കേരളത്തിനൊരു സത്യം പറഞ്ഞ ഒരു അപമാനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഭരിച്ചിടും എന്ന് ഒരു മുദ്രാവാക്യം വന്നിട്ടുണ്ട്. ഒരു ജനുവരി 1-ാം തീയതി അവരെ പാർട്ടിയെ പുറത്താക്കി ആ പാർട്ടിയിൽ നിന്നും ഒരു വനിതാ മുഖ്യമന്ത്രി വരുമോ എന്നുള്ളതും വല്ലാത്തൊരു ചോദ്യമാണ് അല്ലെ? അതെ,
അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാം ഒരു വനിതാ മുഖ്യമന്ത്രി. പക്ഷെ അത് ഈ ടൈമിലുണ്ടാവുമോ, അത് ഈ ടൈമിൽ പിണറായി വിജയൻ ഭരിച്ച് ഉള്ളി കയറി കഴിഞ്ഞതിന് ശേഷം ഒരു ആരോഗ്യപരമായ കാരണങ്ങളല്ല അദ്ദേഹം 1-2 വർഷത്തിന് ശേഷം മാറുമ്പോൾ വേറൊരാൾക്ക് സ്ഥാനം കൊടുക്കും, അതൊരു വനിതയ്ക്കാണോ എന്നൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. CPM-ന്റെ ഭാവി എന്ത് എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല. എന്തായാലും പാർട്ടി സമ്മേളനം നടക്കുകയാണ്. പാർട്ടി സമ്മേളനത്തിന് ശേഷം എന്ത് രീതിയിലുള്ള പുതിയ നയങ്ങൾ പാർട്ടി സ്വീകരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം. നന്ദി, നമസ്കാരം.